നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മദ്യവെച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരനെ പോലീസ് പിടികൂടുവാണ്. ഭാസ്കരനോട് പറഞ്ഞു, പൊതു സ്ഥലത്ത് വെച്ചാണ് താൻ മദ്യപിക്കുന്നത്, തനിക്കറിയില്ല ഇവിടെ വെച്ച് മദ്യപിക്കാൻ പാടില്ലെന്ന്. അല്ല സാറേ, അത് പിന്നെ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. കള്ളത്തരം പറയുന്നു, കൈ മദ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് മദ്യപിച്ചിട്ടില്ലെന്ന്. എഴുന്നേക്കണോന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് പിടികൂടി. എന്നിട്ട് പറഞ്ഞു, സത്യം പറ, താൻ ഇവിടെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലേ? അയ്യോ സാറേ, ഞാൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനൊന്നും അല്ലാന്ന് പറഞ്ഞു. താൻ തന്നെയുള്ള തൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. സാറേ, ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. മക്കളോ? എല്ലാവരുടെയും കൂടെ വന്നിട്ടാണോ തനി അഭ്യാസം കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് സുഭാഷും നികേഷും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതായിരിക്കുന്ന എൻ്റെ മക്കളാ സാറേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പോലീസുകാരനെ സുഭാഷിനെ വിളിക്കുവാണ്. സുഭാഷും നികേഷും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഭാസ്കറിൻ്റെ അടുത്ത് രണ്ട് പോലീസുകാർ. പെട്ടെന്ന് അവരും കൂടെ ഓടി വന്നു. എന്താ സാറേ, എന്താ കാര്യം, എന്താ? നിങ്ങളുടെ അച്ഛനാണോ ഇത്? അതെ സാറേ. അല്ല, നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ടാണോ ഇയാൾ അവിടെ പോയിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നേ? ഇയാൾക്ക് പൊതു സ്ഥലത്ത് മദ്യപിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ലേ? അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അയ്യോ സാറേ, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അച്ഛൻ മദ്യപിക്കാനായിട്ട് പോയ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛൻ എന്ത് പരിപാടിയെ കാണിച്ചേ? എടാ, അത് ഞാൻ മദ്യപിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഈ സമയം സുധീഷും നിധിയും കൂടെ കുറെ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നിധി ആ കാഴ്ച കാണുന്നത്. പോലീസ് ഭാസ്കരനെ ചോദ്യം ചെയ്യുന്നു. സുഭാഷും നികേഷും ഒക്കെ നിൽക്കുന്നത്. പെട്ടെന്ന് സുധീഷിനോട് പറഞ്ഞു, സുധീഷ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നില്ല, ബാ തെങ്ങ് നോക്ക്, അച്ഛനെ പോലീസ് പിടികൂടിയെന്ന് തോന്നിയെന്ന് പറഞ്ഞു. സുധീഷിനാണെ സങ്കടമാണോ ദേഷ്യമാണോ ആകെപ്പാടെ കുറച്ച് സമയം നിധിയുടെ അടുത്ത് ഇരിക്കാനായിട്ട് കിട്ടിയതാണ്. ഒന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം നശിപ്പിക്കാനായിട്ട് അച്ഛൻ ഇറങ്ങിയേക്കും. പെട്ടെന്ന് അവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ഓഹോ, അപ്പൊ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കുടുംബമായിട്ട് വന്നിട്ടല്ലേ തനി പോക്കൃത്തരം കാണിക്കണേ? എടോ, തന്നെ ഇപ്പൊ പിടിച്ചോണ്ട് അകത്തുണ്ട്, അറിയാലോ, പബ്ലിക് ന്യൂസൻസിന് കേസ് എടുക്കണ്ട. എൻ്റെ സാറേ, അതിന് ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടല്ലോ, തന്നെ ഇപ്പം തന്നെ കൊണ്ടുപോയി ലോക്കപ്പിലിടൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, സാറേ, ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക, ഇനി ഇങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരനെ അവിടെ ഇട്ടിട്ട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ എന്ത് ചെയ്തു, കയ്യിൽ നിന്ന് മദ്യക്കുപ്പി എടുത്തിട്ട് വീണ്ടും മദ്യപിക്കാൻ തുടങ്ങണം. പിന്നെ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ഞാനങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുമല്ലേ? ഇപ്പോഴേ സുഭാഷിന് ദേഷ്യം വന്നു. സുഭാഷ് പെട്ടെന്ന് ആ മദ്യക്കുപ്പി അങ്ങോട്ട് പിടിച്ചു വാങ്ങി. അച്ഛനിത് എന്തു ഭാവിച്ചാ? അച്ഛൻ്റെ തലയിലേക്ക് കയറത്തില്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, എത്ര സന്തോഷമായിട്ടുള്ള വന്നൊരു ട്രിപ്പായിരുന്നു. സുധീഷ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിളിച്ചുകൊണ്ട് വരണ്ടെന്ന് അച്ഛനെ. ഇപ്പം സമാധാനമായല്ലോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട, അതിന് ഞാനും മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല. പ്രശ്നം ഉണ്ടാക്കിയാൽ പറഞ്ഞാൽ പോരെ? ഭാസ്കരൻ കൂടി വിട്ടുകൊടുക്കാൻ ഒരുക്കുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അച്ഛന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, സന്തോഷകരമായിട്ട് എല്ലാവരും കൂടെ വന്നതാ. ആ സമയത്ത് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഭാസ്കരൻ പറഞ്ഞു, അതിന് ഞാൻ പറഞ്ഞോ വരണമെന്ന്? എന്നെ വിളിച്ചിട്ട് വന്നതല്ലേ ഞാൻ. നിധിക്കാണ് സങ്കടമായി. നിധി പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ് കുഴപ്പം, ഞാനാണ് പ്രശ്നക്കാരിന്ന് നിധിയും പറഞ്ഞു. ഒടുവിൽ സുഭാഷ് പറഞ്ഞു, പോട്ടെ ബാ വന്നിരിക്കുക. സുഭാഷ് വീട്ടിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചിരുത്തി എല്ലാവരെയും കൂടെ. ഭാസ്കരൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, മാറി നിൽക്കുവാണ്. ആ സമയം നിധി പറഞ്ഞു, അല്ല ഇനിയിപ്പം അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ഇനി പോവാനൊന്നും പോകുന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിധി നിന്നോട് വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. അച്ഛൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ അറിയാം, എവിടെ പോയാലും എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിക്കാത്തെ. നിധിക്കാണെങ്കിൽ സങ്കടമായി. എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇനി അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരിച്ചുല്ലസിച്ച് സ്വീറ്റ്സ് കഴിക്കുകയാണ്. അപ്പോഴാണ് നികേഷ് ആ കാര്യം കാണുന്നത്. ഭാസ്കരനെ അവിടെ ഒന്ന് വീട് വിളിച്ചോണ്ടിരിക്കുക. ഇത് സുഭാഷ് ഏട്ടാ നോക്കിയേ, ഇനിയിപ്പോൾ അടുത്ത് ഇതായിരിക്കും എന്ന് പറഞ്ഞു പ്രശ്നം. ഈ അച്ഛനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു, നല്ലൊരു ട്രിപ്പ്, അത് നശിപ്പിക്കാനായിട്ട്. അതെങ്ങനെയാ? അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് അച്ഛന് ഇഷ്ടമില്ലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. സുഭാഷ് ഉടൻ തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്യണ്ട, എന്തേലും കാണിക്കട്ടെ, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇനി ഞാനില്ല. അപ്പോഴേക്കും സുഭാഷ് എടാ നീ ബിസ്ക്കറ്റ് കഴിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. സുധീഷിന് സങ്കടവും ദേഷ്യമായിരുന്നു. സുധീഷ് പതുക്കെ നികേഷിനോട് പറഞ്ഞു, ഞാൻ അവളുമായിട്ട് നിധിയായിട്ടൊന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു, ആ കൃത്യ സമയത്ത് തന്നെയാ. അതെങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സന്തോഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും
സുധീഷിന് ആ ഒരു സങ്കടമായിരുന്നു. ഒടുവിൽ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും കൂടെ 2 ഓട്ടോറിക്ഷയിലായിട്ട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ഭാസ്കരൻ വന്നിരുന്നിട്ട് പിറുപിറുക്കുവാണ്. അവിടെ മര്യാദയ്ക്കിരുന്ന് ഞാനാ പോലീസുകാരന്മാർ എന്നെ വന്ന് പൊക്കിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോവല്ലേ. പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കും പോലും. എന്നെ വിളിച്ചോണ്ട് പോയതാ, എന്നിട്ട് എന്നെ നാണം കിടത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് വന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛനോട് ആരെങ്കിലും പറഞ്ഞോ വരാനായിട്ട്? പിന്നെ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ആ സമയം സുധീഷ് പറഞ്ഞു, നിങ്ങൾ ഒറ്റ ഒരാളാ ഈ ട്രിപ്പ് കുളവാക്കിയത്. അല്ലായിരുന്നെങ്കിൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്തുകൊണ്ട് പോയതായിരുന്നു. പിന്നെ എൻജോയ് ചെയ്തുകൊണ്ട് പോയി പോലും. എടാ, എന്നെ വിളിച്ചിട്ട് എന്നെ വന്നേ, വെറുതെ വലിഞ്ഞു കയറി വന്നൊന്നും അല്ലല്ലോ. എനിക്കിവിടെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളോടൊപ്പം വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നികേഷ് പറഞ്ഞു. ഇയാൾ കാരണം എല്ലാ പ്രശ്നം. നികേഷിന് ഭയങ്കര ദേഷ്യമാണ്. ഇയാൾ ഈ വീട്ടിൽ നിന്ന് പോകുവാണെങ്കിലോ സമാധാനം ഉണ്ടാവുള്ളൂ. പോയാൽ മതിയായിരുന്നു, ഒന്ന് ഇറങ്ങിപ്പോയി തരാവോ? അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഇറങ്ങിപ്പോനോ? എങ്ങോട്ടാടാ പോണ്ടേ? ഞാൻ എങ്ങോട്ടാ പോണ്ടേ? ഇത് എൻ്റെ വീടാ. അത് വേണമെങ്കിൽ നീയൊക്കെ ഇറങ്ങിപ്പോയിക്കോണം, ഞാനല്ല ഇറങ്ങി പോണ്ടേന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് നികേഷിനോട് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് നികേഷിനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇങ്ങേരിന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കട്ട കിടപ്പുണ്ടായിരുന്നു, അതെടുത്ത് എറിയാൻ തുടങ്ങുമ്പോഴത്തേനും നിധി സുഭാഷും കയറി പിടിച്ചു. അപ്പോഴാണ് ഹരീഷിൻ്റെ വരവ്. ഹരീഷ് വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താ? ഒന്നും അറിയത്തില്ലല്ലേ? ഭാഗ്യവാനെ വരാത്ത നന്നായി, നീ ജോലിക്ക് പോയത്. നീയും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ അടി നടന്നേനെന്ന് പറഞ്ഞു. കാര്യം എന്താന്നോ? മദ്യപിച്ച ആളെ പോലീസുകാർ പിടികൂടി അച്ഛനെ. നല്ലൊരു ട്രിപ്പായിരുന്നു. ഹരീഷ് പറഞ്ഞു. എന്തിനെങ്ങനെ കൂട്ടിക്കൊണ്ടു പോയത്? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കൊണ്ടുപോയിട്ടല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അത് വേണ്ടാന്നുള്ള കാര്യം. അതെങ്ങനെയാ? നിധിക്കപ്പം അച്ഛനെ കൊണ്ട് പോയേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് നിധിയെ കുറ്റപ്പെടുത്തുകയാണ് സുധീഷ്. ആ സമയം സുഭാഷ് പറഞ്ഞു, എടാ സുധീഷ്, നീ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പിടിച്ചു കയറ്റിക്കൊണ്ട് പോയി. എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിധി അവിടെ നിൽക്കുവാണ്. ഭാസ്കരനെ നോക്കി. ഭാസ്കരൻ ചോദിച്ചു, എന്താ ഇനി നിനക്കെന്തേലും പറയാനുണ്ടോ? നിധി പറഞ്ഞു, ഉണ്ട്. എല്ലാവരും ഇപ്പം എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ വിളിച്ചിട്ടാണല്ലോ അച്ഛൻ വന്നേ. ഓ, അതേത് സമയത്താണെന്തോ, എനിക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാ വന്നത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാ വെച്ചാൽ എല്ലാവരും കൂടി ആദ്യമായിട്ട് നല്ലൊരു ട്രിപ്പ് പോകുന്ന, അത് എൻജോയ് ചെയ്ത് തിരികെ വരാമെന്നോർത്ത് പോയതാ. പക്ഷെ അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന്? അച്ഛാ, പൊതുസ്ഥലത്ത് മദ്യപിക്കില്ലെന്നുള്ള കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ? പിന്നെ മദ്യപിച്ചെന്ന് വെച്ചാൽ ഞാൻ ലെക്ക് കേട്ടോ അവിടെ വഴക്കുണ്ടാക്കുമല്ലേ? ഞാൻ എന്തെങ്കിലും അടിയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയോ? അതല്ല അച്ഛാ, ഓരോന്നിനും ഓരോതിൻ്റെതായ നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അത് അച്ഛൻ അറിഞ്ഞുകൂടെ? അച്ഛനൊന്നുമില്ലെങ്കിലും ലോറി ഡ്രൈവറായിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതല്ലേ? എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരു ട്രിപ്പ്. ഇനി ഞാൻ വിളിക്കില്ല. ഇനി ദൈവത്തെ ഓർത്ത് ഇനി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെ പോകത്തുള്ളൂ. അച്ഛനോടെ തനിച്ചിരിക്കുകയാണല്ലോ, മക്കളോടൊപ്പം എല്ലാവരോടും ഒപ്പം ചേർന്ന് സന്തോഷമായിട്ട് വരട്ടെ. ഒരു കുടുംബമല്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ചു പോകണ്ടേ? എല്ലാവരും ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിച്ചത്. പിന്നെ നീ എന്ന് വെച്ചാൽ കുടുംബം ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ലേ തക്കലേന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. നിന്റെ ഇവിടുത്തെ നിലനിൽപ്പ് എന്താന്ന് നിനക്കറിയാവോ? എന്നിട്ടാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. നിധി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ നിധി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നികേഷ് പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സുധീഷ് ഇറങ്ങി വന്നു. സുധീഷ് നോക്കിയപ്പോൾ നികേഷ് ഭയങ്കര പഠിത്തമാണ്. സുധീഷ് അവിടെ കുറച്ചു നേരമൊക്കെ നിന്നു. അപ്പോഴാണ് സുധീഷിൻ്റെ കണ്ണിൽ സ്കൂട്ടി അവിടെ കിടക്കുന്നതാണ്ടേ. പെട്ടെന്ന് സുധീഷ് എന്ത് ചെയ്തു? അകത്ത് പോയി കീ എടുത്തുകൊണ്ട് വന്നിട്ട് സ്കൂട്ടി എടുത്ത് ഓടിക്കണം. അപ്പോഴേക്കും നികേഷ് എടുത്ത് സുധീഷാണ് ഈ സ്കൂട്ടിയും കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ സുധീഷയുടെ ലൈസൻസ് പോലീസ് പിടിച്ച് വെച്ചേക്കുള്ളൂ. പക്ഷേ സുധീഷ് സ്കൂട്ടിയും കൊണ്ട് പുറത്തേക്ക് പോയില്ല. ആ മുറ്റത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെറുതെ ഓടിച്ചോണ്ടിരിക്കുക. ഈ സമയം നികേഷ് ചോദിച്ചു, ഇതെന്താ സുധീഷ് ഏട്ടാ ഇവിടെ ഇട്ട് ഓടിച്ചോണ്ടിരിക്കുന്നേ? അതെ, ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്തോളാം, നീ പഠിക്കുമല്ലേ, പഠിച്ചോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നിധി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സുധീഷ് മുറ്റത്തോട് സ്കൂട്ടി ഇട്ട് ഓടിക്കുന്നുണ്ട്. നികേഷ് പഠിക്കുന്നുണ്ട്. എന്താടാ, നീ പഠിക്കാൻ തീരുമാനിച്ചോ? എന്ത് ചെയ്യാനാന്ന് പറ. അല്ല, നിനക്കെന്താ ഇത്തവണ ജയിക്കണം എന്നുണ്ടല്ലേന്ന് ചോദിച്ചു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അരിയർ എന്തെങ്കിലും ഉണ്ടോന്നോ? അതുണ്ട്, അത് ഇത്തവണ എഴുതിയെടുക്കണം, ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞു. നീ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങുവാണെങ്കിലേ നിനക്ക് നല്ല ഒന്നാം തന്നെ ഗിഫ്റ്റ് ഞാൻ തരും. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ ഉണ്ട്, നീ ഫസ്റ്റ് ക്ലാസ് മേടിക്കുക എന്നിട്ടല്ലേന്ന് നിധി പറഞ്ഞു. ശരി. അപ്പോഴേ സുധീഷ് സ്കൂട്ടി ഓടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നേ. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല ഇതെന്തിനേയും മുറ്റത്തൂടെ ഇട്ട് ഇങ്ങനെ ഓടിക്കണമെന്ന് ചോദിച്ചു. ഓ, അകത്തിരുന്നിട്ട് വെറുതെ ബോറടിച്ചിട്ട് അതിന് ഇവിടെ ഇട്ട് ഓടിക്കണം, എന്തിനാ പുറത്തിറക്കിയിട്ട് ഓടിച്ചോ
പോയി കൂടെ റോട്ടിൽ കൂടെ. അതെങ്ങനെയാ? അതിന് ലൈസൻസ് ഇല്ലല്ലോ. ലൈസൻസ് പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കില്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു എന്തേലും ഒരു എൻജോയ്മെന്റ് വേണ്ടേ. നിധി പറഞ്ഞു ആയിക്കോട്ടെ, നിധിക്ക് വേണ്ടി വാങ്ങിയതാ, ഇത് വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ, നിധി എന്താണെങ്കിലും ഓടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു ഞാൻ ഓടിക്കും എന്ന്. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ. പിന്നെ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ നിധി ഓടിക്കാനായിട്ട് നടന്നത് തന്നെ. എന്തായാലും നിധി ഓടിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു ആര് പറഞ്ഞു സുധീഷിനോട് ഞാൻ ഓടിക്കില്ല എന്ന്? ഞാൻ ഉറപ്പായിട്ടും ഓടിക്കും. എങ്കിലൊന്ന് ഓടിച്ചു കാണിച്ചെന്ന് പറഞ്ഞു. ഇപ്പോഴോ? അതെ, ഇപ്പോഴും ചോണയുണ്ടെന്ന് ഓടിച്ചു കാണിക്കാൻ പറഞ്ഞു. നിധി നികേഷിനൊന്ന് നോക്കി. പിന്നീട് നിധി പറഞ്ഞു ശരി ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി സ്കൂട്ടിയിലേക്ക് കയറി. സുധീഷ് ഇറങ്ങിയപ്പോൾ നിധി സ്കൂട്ടിയിലേക്ക് കയറി. നിധിക്കൊരു ടെൻഷന്. ആ സമയത്ത് നികേഷും സുധീഷും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും സുധീഷിനോട് ചോദിച്ചു അതെ ബൈക്കിലൊന്ന് കയറാവോന്ന് ചോദിച്ചു. സുധീഷ് ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല. സുധീഷ് ഭയങ്കര സന്തോഷത്തോടെ റെഡിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു നിധിയടുത്തി ഞാൻ വേണേ കയറാമെന്ന് പറഞ്ഞു. സുധീഷ് രൂക്ഷമായിട്ട് നികേഷിനെ നോക്കി. കൊന്നുകളയെന്ന് പറഞ്ഞു എന്നെ കയറിയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടൊരു അവസരം കിട്ടുന്ന. അപ്പോഴേക്കും നികേഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. ആ സമയം സുധീഷ് ബൈക്കിലേക്ക് കയറി. വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നിധി വണ്ടി എടുത്തു. സുധീഷിന് ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി സുധീഷ് കുറെ കാത്തിരുന്നാണ് ഇങ്ങനെ നിധിയുടെ പിന്നിലിരുന്ന് പോവുക, അല്ലെങ്കിൽ നിധി ഇത്രയും തന്നോട് അടുപ്പം കാണിക്കുക. അതൊക്കെ സുധീഷിന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നികേഷും നിധിയും കൂടെ പോവാണ്. അപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ്. ഒരാൾ കോളേജിലേക്കും ഒരാൾ ജോലി സ്ഥലത്തേക്കും പോകുന്നത്. രണ്ടുപേരും കൂടെ സംസാരിച്ച് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് പോകുമ്പോഴാണ് നീതുവിൻ്റെ സഹോദരൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീതുവിൻ്റെ സഹോദരൻ രണ്ടുപേരുടെ മുന്നിലേക്ക് വന്നങ്ങോട്ട് നിന്നു. എന്നിട്ട് ചോദിച്ചു ഓ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് പോകുമായിരിക്കും അല്ലേ എന്നൊരു ചോദ്യം. അപ്പോഴേക്കും നിധി ഒന്നും മിണ്ടാതെ നികേഷിനെ ഒന്ന് നോക്കി. നികേഷ് പറഞ്ഞു ചേട്ടൻ മാറി ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. പോവാനോ? ഇന്നലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ദേ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇവളെന്തൊക്കെയോ ഡയലോഗ് അടിച്ചെന്ന് കേട്ടല്ലോ. എന്താടി 3-4 ആണുങ്ങൾ മാത്രം ഉള്ളിടത്ത് താമസിച്ചിട്ട് എടി ഇന്നത്തെ കാലത്ത് 19 വയസ്സുള്ള തള്ള പോലും ആ വീട്ടിൽ അങ്ങനെ കിടക്കില്ല അറിയാവോ. 3-4 ആണുങ്ങൾ മാത്രം ഉള്ളിടത്ത് നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ തൊലിക്കട്ടി അപാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയാണ് നിധിയോട്. അത് കേട്ടപ്പോൾ നികേഷിനെ സഹിച്ചില്ല. അതെ ചേട്ടാ അനാവശ്യം പറയരുത്, പറഞ്ഞാ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചോണ്ട് നികേഷിനെ പിടിച്ചൊരു തള്ളായിരുന്നു. നിധി ഞെട്ടിപ്പോയി. നിധി പെട്ടെന്ന് നികേഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് ദേഷ്യത്തോട് കൂടിയിട്ട് അവന് തല്ലാനായിട്ട് വരുവാണ്. നിധി പെട്ടെന്ന് ഇടയ്ക്കിലേക്ക് അങ്ങോട്ട് കയറുന്നു. തൊട്ടു പോകരുത് നികേഷിനെ എന്ന് പറഞ്ഞു. നിധിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കാരണം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവൻ വന്നിരിക്കുന്ന കാര്യം നിധിക്ക് അപ്പം തന്നെ മനസ്സിലായി. നികേഷിനാണെങ്കിലോ നല്ല ദേഷ്യമായിരുന്നു താനും. ഇവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം നിധിക്ക് അറിയായിരുന്നു. അങ്ങനെ ഒടുവിൽ നിധി തന്നെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. കാണാൻ മറക്കരുതേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.